യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ, UX ഡിസൈൻ, അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ലെറ്റ്സ് ടോക്ക് ഡിസൈനിൽ ആണ് നമ്മൾ ഈ പരിപാടി ആദ്യം ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പല അനുഭവങ്ങളുടെയും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു നിമിഷങ്ങളുടെയും ഒരു ആകത്തുകയാണ്. ഈ അനുഭവങ്ങൾ അല്ലെങ്കിൽ നിമിഷങ്ങൾ എന്ന് പറയുന്നത് മെമ്മറബിൾ, നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പലതും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോ അനുഭവങ്ങൾ മെമ്മറബിൾ ആവുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളാവാം, ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാവാം. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്രമിക്കുന്നത്. ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മുടെ അനുഭവങ്ങൾ വളരെ പോസിറ്റീവായിട്ട് വരാനാണ് സാധാരണ ഒരു ഡിസൈനർ, അതിൻ്റെ പുറകുള്ള ഡിസൈനേഴ്സ്, അതിന് പുറകുള്ള ആൾക്കാർ സാധാരണ നോക്കാം. നമ്മുടെ ജീവിതം എത്ര രസകരമായി ജീവിക്കണം അല്ലെങ്കിൽ എത്ര ഉപകാരപ്രദമായി ജീവിക്കണം എന്ന് പറയുന്ന ഒരു രസകരമായൊരു സിനിമയാണ് ചാർലി. ഓക്കെ, നമുക്ക് എന്താണ് യൂസർ എക്സ്പീരിയൻസ് നോക്കാം. യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ എക്സ്പീരിയൻസ് ഓഫ് എ യൂസർ വെൻ ഹി ഓർ ഷീ യൂസസ് എ പ്രൊഡക്റ്റ് ഓർ കൺസ്യൂംസ് എ സർവീസ്. ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു സർവീസ് എന്ന് പറയുമ്പോൾ അതൊരിപ്പോൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു ടാക്സി വിളിക്കുന്നതാവാം, അങ്ങനെ എന്തും നമുക്ക് സർവീസ് എന്നാണ് പറയുക. അപ്പോൾ ആ ഒരു സർവീസ് ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, അത് മൊബൈൽ ഫോണാവാം, പേനയാവാം, അല്ലെങ്കിൽ നമ്മളൊരു ചോക്ലേറ്റ് മേടിച്ച് തിന്നുന്നതാവാം, ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസിനെയാണ് ശരിക്കും യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് പറയുന്നത്. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പെട്ടെന്നൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ജ്യൂസ് കുടിക്കുന്നതായി സങ്കല്പിക്കുക. ഒരു കടയിൽ പോകുന്നു, നമ്മളൊരു ജ്യൂസ് വാങ്ങുന്നു. അത് ചിലപ്പോൾ മാംഗോ ജ്യൂസ് അല്ലെങ്കിൽ ഓറഞ്ച് അല്ലെങ്കിൽ ലൈം ജ്യൂസ് എന്തെങ്കിലും ആവാം. ഈ ജ്യൂസ് എന്ന് പറയുന്നതാണ് ശരിക്കും കണ്ടൻറ്റ്. നമ്മൾ കണ്ടൻറ്റ് എന്ന് പറയുന്ന സംഭവം, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനം, നമ്മൾ ഉപയോഗിക്കുന്ന സംഭവം ജ്യൂസാണ്. നമ്മുടെ ആ ജ്യൂസ് വരുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് കണ്ടെയ്നർ എന്നാണ് പറയുക. അപ്പോൾ ആ കണ്ടെയ്നർ ഗ്ലാസ്സിലാണ് ജ്യൂസ് കൊണ്ടുവരിക. ഇനി നമ്മളത് കുടിക്കാനായി ഉപയോഗിക്കുന്ന സ്ട്രോ ഉണ്ടല്ലോ, അതാണ് യൂസർ ഇൻ്റർഫേസ്. യൂസർ ഇൻ്റർഫേസ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതലും ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റുകളിലാണ് നമ്മൾ യൂസർ ഇൻ്റർഫേസ് എന്നുള്ളൊരു പേര് നമ്മൾ സാധാരണ പറയാറുള്ളത്. എന്നാലും നമുക്ക് ജ്യൂസിൻ്റെ കാര്യത്തിൽ ഒരു സ്ട്രോ തന്നെയാണ് യൂസർ ഇൻ്റർഫേസ്. അപ്പോൾ ഈ കണ്ടൻറ്റ്, അതായത് ജ്യൂസ് കൺസ്യൂം ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ്, അതായത് നമ്മൾ കഴിക്കുകയാണ് അതിനുള്ള ഇൻ്റർഫേസാണ് ഈ ഒരു സ്ട്രോ വരിക. നമുക്ക് പല ടൈപ്പ് ജ്യൂസുകളുണ്ട്, അത് പല ടൈപ്പ് കണ്ടൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പ് കണ്ടെയ്നറുകളാവാം. നമുക്ക് ഗ്ലാസ്സിൽ കുടിക്കാം, നമുക്ക് കുപ്പിയിൽ ജ്യൂസ് കുടിക്കാം, ടെട്രാ പാക്കിൽ ജ്യൂസ് കുടിക്കാം, ഇല്ല പല രീതിയിൽ ചെയ്യാം. ഇതിൽ ആകെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് അനുഭവം എന്ന് പറയുന്നത് ജ്യൂസിൻ്റെ ചിലപ്പോൾ ഒരു ടെമ്പറേച്ചർ ആവാം, അത് കുടിക്കുന്ന സ്ഥലം, അതിൻ്റെ ആംബിയൻസ്, അതിരിക്കുന്ന സ്ഥലം, അത് ഒരുപക്ഷെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തരുമായിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ കുടിക്കുന്ന ആ ഒരു സമയം, നമുക്ക് ചിലപ്പം ദാഹിച്ച് വലഞ്ഞ സമയത്താണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ജ്യൂസ് എൻജോയ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പല കാര്യങ്ങളാണുള്ളത്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഞാനൊരു സൈക്കിൾ വാങ്ങിയെങ്കിൽ ഞാൻ ആ സൈക്കിൾ വെച്ച് രാവിലെ ഒരു പ്രഭാത സവാരി നടത്തുമെന്ന് വിചാരിച്ചോ, രാവിലെ പുറത്തേക്കൊന്ന് ഇറങ്ങുമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ സൈക്കിൾ എന്ന് പറയുന്നതാണ് എൻ്റെ കണ്ടൻറ്റ്. ശരിക്കും പറയുകയാണെങ്കിൽ രാവിലെ നമ്മൾ ആ പുറത്തിറങ്ങി നമ്മൾ പോകുന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഒരു കണ്ടെയ്നറായിട്ട് മാറും. ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് സൈക്കിളിൻ്റെ ഹാൻഡിൽ ബാർ യൂസർ ഇൻ്റർഫേസ് ആണ്, നമ്മുടെ സൈക്കിളിൻ്റെ പെഡൽ, ഞാൻ ചവിട്ടുന്ന പെഡൽ യൂസർ ഇൻ്റർഫേസ് ആണ്, നമ്മളിരിക്കുന്ന സീറ്റ് ഒരു യൂസർ ഇൻ്റർഫേസ് ആണ്. ഇതാണ് ബേസിക്കലി പറയുന്നത് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു അനലോഗ് സംഭവം തമ്മിലുള്ള ഒരു കണക്ഷൻ, യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്ന സംഭവം. ഇനി എന്താണ് ഡിസൈൻ എന്ന് വെച്ചാൽ, നമ്മളൊരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു സ്പേസ് അല്ലെ എൻവയറമെൻറ്റ്, ഇതിനെ നമ്മൾ ഒരു ഡിസൈഡ് ഔട്ട്കമ്മിന് വേണ്ടി നമ്മൾ ട്വീക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്ലാനിനെയാണ് നമ്മൾ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ നമുക്ക് യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി എ പ്ലാൻ ടു ട്വീക്ക് ആൻ ഒബ്ജക്റ്റ്, എ സ്പേസ് ഓർ എൻവയറമെൻറ്റ് ഫോർ എ പോസിറ്റീവ് ഓവറോൾ എക്സ്പീരിയൻസ് ഓഫ് ദ യൂസർ ഹു ഇൻട്രാക്ട്സ് വിത്ത് ദം. അപ്പോൾ ഇതാണ് നമ്മുടെ യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ. ഇപ്പോൾ യൂസർ എക്സ്പീരിയൻസിനായിട്ട് ബന്ധപ്പെട്ട വേറെ പല ശാഖകളും ഡിസൈനിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ട്രീ ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞ സംഭവമാണ്. നോക്കിയാൽ കാണാം, ഇപ്പോൾ സർവീസ് ഡിസൈൻ, പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വെബ് ഡിസൈൻ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡിസൈൻ, ഇൻട്രാക്ഷൻ ഡിസൈൻ, ഇൻസ്ട്രക്ഷൻ ഡിസൈൻ, ഇതൊക്കെ ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ്റെ പല ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളിലേക്ക് കടക്കാം.
ഇന്ന് രാവിലെ ഒരുപക്ഷെ നിങ്ങൾ പലരും ഉറക്കം എഴുന്നേറ്റത് ഒരു അലാം ക്ലോക്ക്, മൊബൈലുള്ള ഒരു അലാം ക്ലോക്ക് എണീപ്പിച്ചപ്പോഴായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടാവുക. ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ന്യൂസ് വായിക്കാനായിട്ടൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ ഇമെയിലുകൾ നോക്കി, അത് മൊബൈലിലാണ് നോക്കിയത്. പിന്നെ ചില സമയങ്ങളിൽ ഇപ്പോൾ സാലറി ഒക്കെ വരുന്ന സമയമൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ ബാങ്കിങ് ആപ്ലിക്കേഷനിൽ ഞാൻ ചിലപ്പോൾ ഒന്ന് കയറി നോക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ജ്യൂസിൻ്റെ ഉദാഹരണത്തേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ അവിടെ ഓറഞ്ച്, നാരങ്ങ ജ്യൂസ് അങ്ങനെ പലതും നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇവിടെ കണ്ടന്റ് എന്ന് പറയുന്നത് അലാം ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ അലാമാണ്, ന്യൂസാണ്, ഇമെയിലാണ്, അല്ലെങ്കിൽ ഫിനാൻസ് ഡീറ്റെയിൽസ് ആണ്. ഇതാണ് കണ്ടന്റ്. ഇവിടുത്തെ കണ്ടെയ്നർ എന്ന് പറയുന്നത് മൊബൈലാണ്, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇവിടുത്തെ കണ്ടെയ്നർ. നമ്മളിതെല്ലാം വെബിലാണ് നോക്കുന്നത്, ഒരു വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നോക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത് എൻ്റെ ബാങ്കിൻ്റെ വെബ്സൈറ്റ്, അതിലാണ് ഞാൻ കയറി നോക്കുന്നതെങ്കിൽ അവിടുത്തെ കണ്ടെയ്നർ എന്ന് പറയുന്നത് വെബാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടന്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതായത് എന്താണ് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എന്നുള്ളത് അത് ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കണ്ടെയ്നർ ഏതാണോ എന്നുള്ള അനുസരിച്ചാണ് നമ്മളിത് ഡിസൈൻ ചെയ്യുക. അത് വെബാകാം, മൊബൈൽ ആപ്ലിക്കേഷനാകും, അല്ലെങ്കിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന പല പല ആപ്ലിക്കേഷനാകും. ഇനി അതെല്ലാം മറക്കും. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്, എങ്ങനെയാണ് നമുക്ക് ഈ യൂസർ എക്സ്പീരിയൻസ് ഡിസൈൻ ഇങ്ങനെ ഒരു സംഭവം വന്ന് എന്നുള്ള ആ ഒരു എവല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വളരെ പണ്ട് ആദ്യം പലർക്കും ഓർമ്മയുണ്ടാവുമായിരിക്കും, നമ്മുടെയൊക്കെ നാട്ടിൽ നമുക്കുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾക്ക് മുമ്പ് സാധാ ഫോണുകളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. സാധാ നമ്മൾ BSNL ഒക്കെ ഫോണുകൾ, നമ്മളതിൽ വെറുതെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു പ്രയോജനമൊന്നും അതിലുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് പെട്ടെന്ന് മൊബൈൽ ഫോണുകൾ വന്നു. ഫോണുകൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന, മൊബൈലായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഫോണുകൾ വന്നതാണ് മൊബൈൽ ഫോൺ എന്ന് നമ്മൾ പറയുന്ന സംഭവം. അത് വന്നപ്പോൾ അതിൽ ഫിസിക്കൽ കീസാണ് ഉണ്ടായിരുന്നത്. പണ്ടത്തെ ഫോണുകളെ പോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള കീസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു സ്ക്രീനും ഉണ്ട്, ഒരു LCD സ്ക്രീനുണ്ട്. അപ്പോൾ ഈ LCD സ്ക്രീനിൽ എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് കൂടുതലും ടെട്രിസ് എന്ന് പറയുന്ന ഗെയിമുകൾ, അല്ലെങ്കിൽ സ്നേക്ക് എന്ന് പറയുന്ന ഗെയിമുകൾ, അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ക്രൂഡായിട്ടുള്ള ഒരു മൊബൈൽ ബ്രൗസറൊക്കെ അപ്പോഴത്തെ കാലത്തെ ഫോണുകളിലുണ്ടായിരുന്നു. അതിനുശേഷം 2007 ഐഫോൺ വന്നപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വലിയൊരു കുതിച്ചുചാട്ടം ഇതിനകത്ത് വന്നത്. സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ സംഭവം വരുന്നു, ഫോണുകൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വരുന്നു, അതിനകത്ത് ഒത്തിരി ആപ്ലിക്കേഷനുകൾ വരുന്നു. ആൾക്കാരെ വിളിക്കാൻ വേണ്ടി മാത്രമല്ല വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഒത്തിരി ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. അപ്പോൾ അത് ടച്ച് ഇൻ്റർഫേസ് ആയി. അപ്പോൾ അതുവരെ ഫിസിക്കൽ കീസ് ആയിരുന്നു, അതിന് പകരം അതെല്ലാം നമുക്ക് സ്ക്രീനിൽ നേരിട്ട് ടച്ച് ചെയ്തിട്ട് ഇൻട്രാക്ട് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോഴത്തെ കാലത്ത് എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ കൂടുതലും വെയറബിൾസ് എന്ന് പറഞ്ഞ ഒരു ഡിവൈസുകളുടെ കാലമാണ്. ഇപ്പോൾ നിങ്ങളിൽ പലർക്കും തന്നെ ഒരുപക്ഷെ ഫിറ്റ്നസ് ബാൻഡുകൾ ഉണ്ടാവുമായിരിക്കും. വളരെ ഗെയിമുകളൊക്കെ കളിക്കുന്ന പലർക്കും ചിലപ്പോൾ ഒരുപക്ഷെ വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റുകൾ ഉണ്ടാവുമായിരിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോണിനെ ശരിക്കും പറഞ്ഞാൽ ഒരു വെർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റായിട്ട് മാറ്റാനൊക്കെ പറ്റും. ഗൂഗിൾ കാർഡ്ബോർഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ വെയറബിളായി മാറി. ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ മൊബൈൽ ഫോൺ എടുത്ത് ഞാൻ ഒരുപക്ഷെ കുളിക്കാൻ പോയില്ലായിരിക്കും, പക്ഷേ പലരും ഫിറ്റ്നസ് ബാൻഡ് കെട്ടി കുളിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ധരിക്കാൻ പറ്റുന്ന സംഭവങ്ങളിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്.